നമസ്കാരം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി അടിയന്തരമായി സമീപിച്ചിരിക്കുന്നത്. ഇ ഡി നടത്തുന്ന അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നുമാണ് കമ്പനി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ നിലവിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരേ വിഷയത്തിൽ ഇ ഡി നടത്തുന്ന സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്നാണ് കമ്പനി കോടതിയിൽ വാദിക്കുന്നത്. കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന യാതൊരുവിധ കുറ്റകൃത്യങ്ങളും ഈ സാമ്പത്തിക ഇടപാടിൽ നടന്നിട്ടില്ലെന്നും അതിനാൽ ഇ ഡിക്ക് ഈ കേസിൽ ഇടപെടാൻ നിയമപരമായ അധികാരമില്ലെന്നുമാണ് CMRLന്റെ പ്രധാന നിലപാട്. നേരത്തെ ഇ ഡി അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പൂർണ്ണമായും തള്ളിയിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കമ്പനി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിനായി ഇ ഡിക്ക് മുന്നിൽ കൃത്യമായി ഹാജരാകണമെന്നും കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് തുടർ നടപടികളിൽ നിന്നും സംരക്ഷണം തേടി CMRL കമ്പനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലടക്കം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനു പുറമെ CMRL കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസുകളിലും കേന്ദ്ര ഏജൻസി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് കൃത്യമായ സേവനങ്ങളൊന്നും നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നിലവിലെ ഹൈക്കോടതി വിധിക്കും പിന്നാലെയുണ്ടായ റെയ്ഡിനും ശേഷം CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ചോദ്യം ചെയ്യലിനായി സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നിയമപരമായ ഇടപെടൽ തേടി കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം സാമ്പത്തിക തട്ടിപ്പ് സുഗമമാക്കുന്നതിനായി CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരും ചേർന്ന് കൃത്യമായ ആസൂത്രണത്തോടെ വിപുലമായ ശൃംഖല സൃഷ്ടിച്ചതായിട്ടാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. 2009-2010 സാമ്പത്തിക വർഷം മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ സ്ലഡ്ജ് ഹാൻഡ്ലിംഗ് ചാർജുകളുടെയും ഗതാഗത ചെലവുകളുടെയും മറവിൽ ആകെ 182 കോടി രൂപയുടെ വഞ്ചനാപരമായ പണമൊഴുക്കാണ് ഈ സംഘം നടത്തിയത്. ഈ കള്ളപ്പണ ഇടപാടുകളുടെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. CMRLലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ K സുരേഷ് കുമാർ സാമ്പത്തിക പ്രസ്താവനകളിലെ തെറ്റുകൾ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഒപ്പുവെക്കുകയും MDയുടെ നിർദ്ദേശപ്രകാരം 182 കോടി രൂപയുടെ വ്യാജ പണമൊഴുക്കിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. MDയുടെയോ CFIയുടെയോ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്തിരുന്ന ഈ തുകകൾ പിന്നീട് ലൂസ് ഷീറ്റുകളിൽ രേഖപ്പെടുത്തുകയായിരുന്നു. കാഷ്യർ വാസുദേവൻ തയ്യാറാക്കിയ ഈ രേഖകൾ സുരേഷ് കുമാറാണ് സൂക്ഷിച്ചിരുന്നത്. 2019 ജനുവരി 25-ന് CMRLൽ നടന്ന പരിശോധനയ്ക്കിടെ ആദായ നികുതി വകുപ്പ് CFOയുടെ വസതിയിൽ നിന്ന് ഈ ലൂസ് ഷീറ്റുകൾ കണ്ടെത്തുകയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ 2024 ഏപ്രിൽ 8-ന് SFIക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കമ്പനിയിൽ സുരേഷ് കുമാർ KS എന്ന പേരിൽ 2006-2007 മുതൽ സൂക്ഷിച്ചിരുന്ന പ്രത്യേക ലെഡ്ജർ വഴി ICD, വാഹിനി, ആഡ്കോ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള പണവരവ് ഇവർ നിരീക്ഷിച്ചിരുന്നു. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 134 പ്രകാരമുള്ള നിയമപരമായ ബാധ്യതകൾ ലംഘിച്ചാണ് CFO ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നത്. 1 ലക്ഷം രൂപ മൂലധനത്തിൽ തുടങ്ങിയ വീണയുടെ എക്സാലോജിക് കമ്പനി കടുത്ത സാമ്പത്തിക നഷ്ടത്തിലായിരുന്ന സമയത്താണ് CMRL അവരുടെ പ്രധാന വരുമാന സ്രോതസ്സായി മാറുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു തൊട്ടു പിന്നാലെ 2017 ജനുവരി മുതൽ വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപയ്ക്ക് IT കൺസൾട്ടന്റായും എക്സാലോജിക്കിനെയും പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്കും കരാറിലെടുക്കുകയായിരുന്നു. എന്നാൽ കമ്പനിയുടെ IT ഡെവലപ്പർമാർക്കോ IT മേധാവിക്കോ ഇത്തരമൊരു സേവനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും പണമിടപാടിനായി അല്ലാതെ ഒരൊറ്റ ഇമെയിൽ സന്ദേശം പോലും ഇരു കമ്പനികൾക്കുമിടയിൽ ഉണ്ടായിട്ടില്ലെന്നും SFIO കണ്ടെത്തിയിരുന്നു.